സുഹൃത്തുക്കളെ, കുളിക്കുന്ന സോപ്പ് ഉണ്ടാക്കുന്ന പഠിപ്പിക്കാമെന്ന് ഒരുപാട് പേര് ചോദിച്ചു. പഠിപ്പിക്കാനൊന്നും നമുക്ക് സമയമില്ല. ഇന്നിപ്പം നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് ഇത് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. കുളിക്കുന്ന സോപ്പ് ഈ വെളിച്ചെണ്ണ ചെയ്യുന്നത്, ബേസിലല്ല വെളിച്ചെണ്ണ ചെയ്യുന്നത് നിങ്ങളൊന്ന് കാണിക്കാം. പഠിക്കാവുന്നവർ പഠിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ 1/200 വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. 1/200 വെളിച്ചെണ്ണയുടെ സോപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. അതിനകത്ത് നമ്മൾ അൽക്കം പൗഡറാണ് ചേർക്കുന്നത്. അത് മാസ്കൊക്കെ വെച്ച് ചെയ്യണ്ടേ, ഇപ്പം നമുക്ക് അല്ലാതെ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ നടത്തുക. മൂന്നാണ് നല്ലപോലെ നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്ത് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ 2-3 മണിക്കൂർ എടുക്കുന്ന പ്രോസസ്സാണ്. നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കും. നമ്മൾ കാസി സോഡ ഒരു 2 മണിക്കൂർ മുമ്പേ വെള്ളത്തിൽ ലയിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് തണുക്കാൻ വേണ്ടിയാണ്. 2 മണിക്കൂർ നേരത്തെ നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നതിന് 2 മണിക്കൂർ മുമ്പേ അതെടുക്കണം. അതെടുത്ത് വെള്ളത്തിലിട്ട് അളവിനുള്ള വെള്ളം എടുത്തിട്ട് വെള്ളത്തിനകത്ത് ചേർത്ത് അത് വെക്കുക. അത് തണുക്കണം. നല്ല ചൂടാണ് കാസി സോഡ. അപ്പോൾ ഇതിപ്പം വെളിച്ചെണ്ണയ്ക്കകത്ത് അൽക്കം പൗഡർ നമ്മൾ മിക്സ് ചെയ്യുകയാണ്. ഏകദേശം ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കളർ ചേർക്കാം. നമ്മളിന്ന് കളർ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസാണ് എടുത്തേക്കുന്നത്. ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ് 100 മില്ലിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. 100 മില്ലി. അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കാം. കളർ വരാൻ ഇച്ചിരി സമയം എടുക്കും. നല്ലപോലെ അപ്പോൾ നമ്മൾ 2 മണിക്കൂർ മുമ്പ് കാസി സോഡ വെള്ളത്തിൽ 450 മില്ലി വെള്ളത്തിനകത്ത് നമ്മൾ ലയിപ്പിച്ച് വെച്ചിരുന്ന 2 മണിക്കൂർ മുമ്പ്. ഇപ്പോൾ അത് തണുത്തിട്ടുണ്ട്. നമുക്കത് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു 45 മിനിറ്റ് നമ്മൾ ഇളക്കി കട്ടിയാക്കണം. നമ്മളൊരു 10-20 സോപ്പിനുള്ളതാണ് എടുത്തേക്കുന്നത്. 24 സോപ്പ് വരെ കിട്ടണം. 24 സോപ്പിനുള്ള ചേരുവകളൊക്കെയാണ് നമ്മൾ ചേർത്തേക്കുന്നത് കേട്ടോ. നല്ലപോലെ ഒരു 3/4 മണിക്കൂറെങ്കിലും ഇളക്കണം. നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെയാണ് ജ്യൂസ്. 100 മില്ലിയാണ് ചേർത്തേക്കുന്നത്. കളർ ഇച്ചിരി കുറവായിരിക്കും. ഇത് നല്ല കുഴമ്പ് വരെ ആകുന്നിടം വരെ ഇളക്കണം. നമുക്ക് ഇച്ചിരി
കട്ടിക്ക് വേണ്ടി ഇച്ചിരി കട്ടിയാകാൻ വേണ്ടി ശകലം ഹാർഡ്നർ ഒഴിക്കാം. സോപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കേട്ടോ, ഹാർഡറാണ്. നമുക്കൊരു 10 മില്ലി ഒഴിക്കാം. നല്ലോണം സോപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ കുഴമ്പ് പോലെ ഇരിക്കും. കട്ടിയായി വരുന്നതേ ഉള്ളൂ. 1/4 മണിക്കൂർ മേളിലെടുക്കും. പരുവായി കണ്ടോ. അന്ന് ഞാൻ ഇതേപോലെ ഇരുന്ന് വാറ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ മടിയിൽ അച്ചു ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അച്ചുവിനെ പട്ടി പിടിച്ചുകൊണ്ട് പോയി. ഇവിടെ ഇന്ന് കളിച്ചതായിരുന്നു. അപ്പോൾ ഞങ്ങളാരും കണ്ടില്ല, പട്ടി പിടിച്ചുകൊണ്ട് പോയി. ഇതേപോലെ വാറ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ മടിയിൽ ഇരിപ്പുണ്ടായിരുന്നു അച്ചു. ഇപ്പോൾ സോപ്പ് ഉണ്ടാക്കിയപ്പോൾ അച്ചു ഇല്ല. ഇത് ഒരുപാട് പേര് പറഞ്ഞ് സോപ്പ് കുളിക്കുന്ന സോപ്പ് ഉണ്ടാക്കുന്നത് പഠിപ്പിക്കാനൊന്നും നമുക്ക് സമയമില്ല. ഒരു വീഡിയോ അതുകൊണ്ട് ഞങ്ങളങ്ങ് എടുത്തതാണ്, നിങ്ങൾക്കൊക്കെ പഠിക്കാൻ വേണ്ടി ഒരു അവസരം. അപ്പോൾ ആദ്യം കാസി സോഡ വെള്ളത്തിനകത്ത് ഒരു അളവിൻ്റെ വെള്ളം എടുത്തിട്ട് ഒരേതിന് എത്ര നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് അളവ് പലതും പല ഇതാണ്. ഇപ്പോൾ നമ്മൾ 24 ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 450 മില്ലി വെള്ളം എടുത്ത് വെള്ളത്തിനകത്ത് ഇട്ട് അലിപ്പിച്ച് വെക്കുക. 2 മണിക്കൂർ തണുക്കാൻ വേണ്ടി 2 മണിക്കൂർ വെക്കുക. അതിനുശേഷം ഇതിപ്പോൾ 1/200 വെളിച്ചെണ്ണ എടുത്തിട്ട് അതിനകത്താണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൽക്കം പൗഡർ നല്ല മിക്സായി കഴിയുമ്പോൾ അതിനകത്തോട്ട് എടുത്ത് ഒഴിക്കുക. ഒഴിച്ച് മിക്സ് ചെയ്ത് ഏതാണ്ട് 45 മിനിറ്റോളം, 1 മണിക്കൂർ നേരമൊക്കെ ഇരിക്കേണ്ടി വരും. ഇപ്പോൾ 1/2 മണിക്കൂറോളമായി, കട്ടിയായില്ല. എൻ്റെ നല്ല കുഴമ്പ് വരുവാകുമ്പോഴാണ് നമ്മളിത് മോഡിനകത്തോട്ട്, നമ്മൾ മോഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വീഡിയോയ്ക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്തേക്കുന്നത്. അപ്പം കുറച്ചും കൂടെ കട്ടിയാകാനുണ്ട്. കട്ടിയാകുന്നതിന് പിന്നെ നമുക്ക് മണം ചേർക്കാനുണ്ട്. മണമൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് മണം ചേർക്കാം. മണം നമുക്ക് ചേർക്കാം. കൂടുതലായിരിക്കണം. 50 മില്ലി മണമാണ് നമ്മൾ ചേർക്കുന്നത്. നല്ല മണം കിട്ടാൻ വേണ്ടി നമ്മൾ മണം കൂടുതൽ ചേർക്കും. ഇത്രയും സാധനം ഉണ്ടാക്കാൻ ഇത്രയും മണം വേണ്ടാണ്ട് ഇത്രയും മണം മതി. 25 മില്ലി മതി. 25 മില്ലി മണം മതി ഇതിനകത്തേക്ക്. ഇത് നമ്മൾ മണം കൂടുതൽ ചേർക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് എടുക്കാൻ അങ്ങനത്തെ കാര്യം മണം കൂടുതൽ ചേർക്കുന്നത്. അപ്പോൾ അതിലും കട്ടിയായിട്ടുണ്ട്. ഒരു 5 മിനിറ്റോടെ നോക്കിയിട്ട് നമുക്ക് ഒഴിക്കാം. മോടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കട്ടിയായിട്ടുണ്ട് നല്ലതുപോലെ. കേട്ടോ, നമുക്കിനിപ്പോൾ ഒഴിക്കാം. മുറിഞ്ഞ് വീഴുന്നുണ്ട്. കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് മോഡിലോട്ട് ഒഴിക്കുന്നതും കൂടെ കാണിച്ചു തരാം.
അപ്പോൾ ഗ്ലിസറിൻ സോപ്പ് ഉണ്ടാക്കുന്ന ബേസിനകത്ത് ഉണ്ടാക്കുന്നത് നേരത്തെ നമ്മൾ വീഡിയോ ഇട്ട ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് ബേസ് വെച്ചുണ്ടാക്കുന്നത് നമ്മൾ വീഡിയോ ഇട്ടതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വെളിച്ചെണ്ണ ചെയ്യുന്നതും കൂടെ ഇട്ടത്. വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തതാണ്, വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി. അതുകൊണ്ട് മണമൊക്കെ കൂടുതൽ ചേർത്ത് എടുത്തത്. നമുക്കതൊന്ന് മൂടിനകത്തോട്ട് ഒഴിക്കാം. മൂടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഇതിലോട്ട് ഒഴിക്കാം. ഈ മോഡാകുമ്പോൾ എണ്ണ തൂത്തില്ലേലും കുഴപ്പമില്ല കേട്ടോ. അല്ലാത്ത ആകുമ്പോൾ എണ്ണയൊക്കെ തൂത്ത് വെക്കണം. ഇതാകുമ്പോൾ എണ്ണ തൂത്തില്ലെങ്കിൽ നമുക്ക് ഇളക്കിയെടുക്കാം. നമ്മൾ 100 ഗ്രാം സോപ്പാണ് ഉണ്ടാക്കുന്നത്. മോട് 100 ഗ്രാമിൻ്റെ പിയേഴ്സ് മറ്റേയൊക്കെ 75 ഗ്രാമുള്ള. ഇത് 100 ഗ്രാം സോപ്പാണ് ഉണ്ടാക്കുന്നത്. ശംഖുപുഷ്പത്തിൻ്റെ 100 ഗ്രാം സോപ്പാണ്. ബേസിനകത്ത് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് നല്ല നീല കളറും കിട്ടും കേട്ടോ. ശംഖുപുഷ്പത്തിന് നല്ല നീല കളർ കിട്ടും. വെളിച്ചെണ്ണയിലാകുമ്പോൾ നമുക്ക് ഇച്ചിരി കളറ് പോകും. അപ്പോൾ ഏറെക്കുറെ ആൾക്കാർക്ക് സോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് പഠിപ്പിക്കാൻ സമയമില്ല. ഒരു വീഡിയോ അതുകൊണ്ടാണ്, ഒരുപാട് പേര് ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ വീഡിയോ ആയിട്ടാണ് ചെയ്തത് കേട്ടോ. ഈ സോപ്പിൻ്റെ ബേസ് ഇടിക്കാൻ കിട്ടും, ഇതിൻ്റെ കിറ്റൊക്കെ മേടിക്കാൻ കിട്ടും. കെമിക്കലുടെ ചെല്ലെങ്കിൽ ഇതിൻ്റെ കിറ്റൊക്കെ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചിട്ട് ഒരു 1,200-നുള്ള സാധനം മേടിക്കുക, 1,200 വെളിച്ചെണ്ണ എടുക്കുക. എന്നിട്ട് അതിന് ബാക്കിയൊക്കെ അവർ പറഞ്ഞു തരും. പിന്നെ കുറച്ചൊക്കെ ഇപ്പോൾ യൂട്യൂബൊക്കെ ഉണ്ടല്ലോ, നോക്കാമെന്നുണ്ടെങ്കിൽ പഠിക്കാം. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ നിങ്ങൾ കുറേ പേര് ചോദിച്ചുകൊണ്ടാണ് ഒരു വീഡിയോ ഇന്നിപ്പോൾ എടുത്തത്. നമുക്കിത് 1,200-ന് പിന്നെ എന്താ 25 സോപ്പങ്ങാണ്ട് വന്നു കേട്ടോ. 1,200-ന് 25 സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്
മേളിൽ ഒന്ന് സ്കെയിൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് വടിച്ചു വിടാമെങ്കിൽ മേളിൽ നല്ല ഫിനിഷ് ആയിരിക്കും കേട്ടോ. സ്കെയിലിന് ഇങ്ങനെ ഒന്ന് വടിച്ചങ്ങ് ഇട്ടാൽ മതി. അപ്പം മേളിലും താഴെ നല്ല ഫിനിഷ് ആകും. പിന്നെ വീഡിയോ ചില ആൾക്കാർ യൂട്യൂബിനകത്ത് പറയുന്നതൊന്നും കേട്ടോണ്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചില ആൾക്കാർ ഒരു അര കിലോ വെയ്സിന് 12 കിട്ടും 24 കിട്ടും എന്നൊക്കെ പറയും. ചുമ്മാണ്. വെളിച്ചെണ്ണ ഇതിപ്പോൾ നമ്മൾ 1 200 വെളിച്ചെണ്ണയ്ക്കകത്ത് 25 സോപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് കറക്റ്റ്. വെയ്സ് എന്ന് പറഞ്ഞാൽ 2 കിലോ വെയ്സ് എടുത്താൽ 24 സോപ്പ് കിട്ടും. 2 കിലോ വെയ്സ് വേണം. ചിലർ യൂട്യൂബിനകത്ത് വൈറലാകാൻ വേണ്ടി കയറി ഇരുന്നിട്ട് 1 കിലോയ്ക്ക് 24 കിട്ടും 30 കിട്ടും എന്ന് പറയും. അതൊന്നുമല്ല സത്യം. ഇതാണ് സത്യം. ഇതിപ്പോൾ നിങ്ങളുടെ കാണുന്ന മുമ്പിൽ ഞാൻ കറക്റ്റായിട്ട് ഉണ്ടാക്കി കാണിക്കുന്നത് അതുകൊണ്ടാണ്. പഠിപ്പിക്കാൻ സമയമില്ല, പക്ഷെ കുറച്ചൊക്കെ ഇപ്പം നമുക്ക് മനസ്സിലായി കാണുമല്ലോ. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഒക്കെ തരണം കേട്ടോ. ഓക്കെ, ബൈ.